ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാനറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി വീഡിയോ കേട്ടിട്ട്. എനിക്കറിയാം ഇവിടെ ഒരുപാട് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ മതിലൊക്കെ കിട്ടി, അടുത്ത് ഇൻ്റർലോക്ക് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കും എല്ലാം കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനൊരു മനസ്സില്ല. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെതായ റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ് കേട്ടോ. പിന്നെ ഗീവ് അവേയുടെ റിസൾട്ട് ഞാൻ നാളെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ 4-5 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അവരെല്ലാവരും അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണ് അയച്ചു തരേണ്ടത്. @rainbowplant786 ആണ്. അതിലേക്കായിരിക്കണം അയച്ചു തരേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ, ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോയും പിന്നെ അല്ലാതെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ വളരെ കുറച്ച് കൃഷി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള പൂർണ്ണമായിട്ടുള്ള ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് റിനോവേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ഇപ്പോൾ കണ്ടില്ലേ, വെറും കമ്പിലാണല്ലോ നമ്മളിതൊക്കെ കൊടുത്തിരിക്കുന്നതല്ല. ഇനി കമ്പിലേക്ക് മാറ്റി ഇവിടെ ഇനി ഗേറ്റ് ഇടുന്നുണ്ട്. കാർ പോർച്ച് വെക്കുമ്പോൾ അത് അവരടുത്ത് തന്നെ വെൽഡറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് ഒരു കമ്പി വെച്ച് നല്ല ഒരു പന്തലിടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി പയറും പാവയ്ക്ക അങ്ങനെ ഈ പടർന്നു വരുന്നതെല്ലാം അങ്ങനെ അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക കൊള്ളായിരുന്നു കേട്ടോ. ഞാനന്ന് പറഞ്ഞില്ലേ, കുഴിപ്പള്ളത്ത് നിന്നാണ് കോവയ്ക്കൊക്കെ വാങ്ങിയത്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് തന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 കോവയ്ക്കാണ് ഇതിപ്പോൾ വളർന്ന് നിൽപ്പുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറിച്ച് തോരൻ വയ്ക്കാനും പൊരിച്ചിട്ടില്ല കേട്ടോ. ഇതൊരിക്കലും ഫ്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഒന്ന് പറിച്ച് ഡീപ്പ് ഫ്രൈ അല്ലാതെ ചെറിയ രീതിയിൽ എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് വെജിറ്റബിൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചെങ്കിലും കുഴപ്പമില്ല, ഒക്കെ ഉള്ളത് വെച്ച് എനിക്കിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് എനിക്ക് കണ്ണിൽ കാണാതെ നിന്ന് പഴുത്തതിന് പച്ച നിറം മാറി റെഡ് കളറിൽ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. അങ്ങനെ ഞാനതിനെ എന്ത് ചെയ്തു, തറയിൽ തന്നെ ഇട്ട് കൊടുത്തു. മണ്ണിത്തിരി ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഞാൻ അവിടെ നോക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുളച്ച് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ കോവയ്ക്കയുടെ വിത്തിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയും ദിവസമായി മുളച്ച് വന്നിട്ടില്ല. അത് വരുമ്പോഴേക്ക് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പന്തലിലേക്ക് മാറ്റുമ്പോൾ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് വരും. എന്ന് വെച്ചാൽ ഇത് വെയിറ്റ് കൊണ്ട് ഇല്ലെങ്കിൽ താഴേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലും വേറെ ഒന്നും അത് പടർത്തി വിടാത്തത്. പിന്നെ ഈ അവരയ്ക്ക ഇത് ഒത്തിരി പൂക്കളിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 എണ്ണവും നശിച്ചു പോയിരുന്നു. അത് വാഴയുടെ സൈഡിലായിരുന്നു. അപ്പോൾ വാഴ കയറി ഒന്നങ്ങ് പൊങ്ങി വന്നപ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ കൊണ്ട് അതിന് വെട്ടം കിട്ടാതെ അത് ഫുള്ളും വെളിച്ചം കിട്ടാതെ സൂര്യപ്രകാശമൊന്നും കിട്ടാതെ വന്നപ്പോൾ അതെല്ലാം പട്ടുപോയി. അങ്ങനെ അതിൽ നിന്ന് വിത്തിനെ എടുത്ത് ഞാനിട്ടാണ് ചട്ടിയിലേക്ക് ഇട്ടോക്കിയപ്പോൾ നന്നായിട്ട് അത് മുളച്ച് വന്നു. പിന്നെ അതിൽ ഇത്തിരി ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് ഉഷാറായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതും കോവയ്ക്ക ഇത് രണ്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തോരൻ വെച്ചും മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിരുന്നാലും വിഷമില്ലാത്ത വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്നത് അത് ഇത്രയും വലിയ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ കളിയാക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ ഓരോ കൊട്ട് ഞാൻ കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനാണ് കേട്ടോ ഞാനതങ്ങനെ ഒരു കൊട്ട് കൊടുക്കുന്നത്. കാരണം അവരായിട്ടാണ് എന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സിനെ തന്നെ കളയുന്നത്. കാരണം ഈ ചെടികൾ നടുന്നതൊക്കെ എന്തോ ഒരു വലിയൊരു മഹാപരാധം പോലെയും ചെടികളെ വളർത്തുന്നത് എന്തോ ഒരു വലിയ തെറ്റ് പോലെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, ഞാൻ എന്തിനാണ് ബാക്കിലോട്ട് പോകുന്നത്? നമ്മുടെ കുടുംബത്തിനും എൻ്റെ സന്തോഷത്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അല്ല, ഇതൊക്കെ തരുന്ന സന്തോഷം ഇനി വേറെ
എത്ര പൈസ കൊടുത്താലും എത്ര വലിയ യാത്രകൾ ചെയ്തിരുന്നാലും നമുക്കത് കിട്ടില്ല. എനിക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നതിലൂടെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, എനിക്കൊരുപാട് സന്തോഷമാണ്. കാരണം ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്നത് ഓരോ രീതിയിലൂടെ. ചിലർക്ക് യാത്രകളിലൂടെ, ചിലർക്ക് ഫുഡ് കഴിക്കുന്നതിലൂടെ ആയിരിക്കും, ചിലർക്ക് പാചകം ചെയ്യുന്നത്, ചിലർക്ക് ഡാൻസ് കളിക്കും, ചിലർക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടല്ലോ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി. എനിക്ക് ചെടികൾ വളർത്താം, അത് ഏത് തരം ആയിരുന്നാലും, വെജിറ്റബിൾ ആയിരുന്നാലും ശരി, ലീഫി പ്ലാന്റ്സ് ആയിരുന്നാലും ഫ്ലവേഴ്സ് ആയിരുന്നാലും എന്തായിരുന്നാലും എനിക്ക് ചെടികൾ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ പല അസുഖങ്ങൾക്കും എൻ്റെ പല മാനസിക ബുദ്ധിമുട്ടുകൾക്കും എനിക്ക് ഒത്തിരി ആശ്വാസം തരുന്നത് ചെടികളാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിത ശ്വാസത്തിൻ്റെ അങ്ങറ്റം വരെ എനിക്ക് കയ്യിനും കാലിനും ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സിലൊരു ചെറിയൊരു വിഷമം അങ്ങനെ എനിക്കത് തോന്നിയതുകൊണ്ടാണ് ഞാൻ 2-3 വീഡിയോസിൽ വന്ന് കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കും, ചിലരൊക്കെ നമുക്ക് അറിയാമെന്നുള്ളവരും നമ്മൾ കാണുമ്പോഴും അല്ലാത്തപ്പോൾ വേറെ രീതിയിലും നമ്മൾ ചെവിയിലത് കേൾക്കുമ്പോൾ അത് ഭയങ്കര വിഷമമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തോ വലിയ ഒരു തെറ്റ് ചെയ്തതുപോലെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ബാക്കിലോട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പോൾ ഒരു 5000 സംതിങ് ഫോളോവേഴ്സ് ഉള്ളത് ചെറിയ കാര്യമൊന്നുമല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പോൾ എന്നെ അത്രയും വിശ്വാസത്തോടെ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റിലൂടെയും അല്ലാതെയും എനിക്ക് എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നമുക്കുള്ളവരെക്കാളും നമ്മൾ പുറത്തുള്ളവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ ഒരു ഭാഗ്യം കിട്ടണമെങ്കിലും നമുക്ക് അത് വലിയൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരേക്കും കാണാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഒരു വലിയൊരു സന്തോഷമാണ്. ഇതൊക്കെ ഞാൻ പുറത്ത് വെച്ചിരുന്നതാണ് ഇതിനു മുമ്പേ, അകത്തും പുറത്തോട്ട് വെച്ചിരുന്നത്. ആ റോസെല്ലാം ഞാൻ മതിലിപ്പോൾ ഭാഗത്ത് തിട്ടായിരുന്നു അവിടെ വെച്ചിരുന്നതെല്ലാം ഇപ്പോൾ ഉള്ളിലോട്ടാക്കി. ഇനി ഈ പണിയെല്ലാം ഫുള്ളും കഴിഞ്ഞിട്ട് ചെടി നടാനെന്നും പറഞ്ഞ് കുറച്ച് മണ്ണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇനി കുറച്ച് ചാണകപ്പൊടിയും കൂടെ വാങ്ങണം, വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി വിപുലമായിട്ട് കൃഷി തുടങ്ങാനുള്ളത്. ഇപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കറിവേപ്പിലയൊക്കെ ഇനി തറയിലേക്ക് മാറ്റണം. അങ്ങനെ കുറേ പണികളുണ്ട്. ഇനി ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടാണ് എനിക്ക് എല്ലാം സ്വസ്ഥമായിട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് കൂടെയാണ് പകുതി എൻ്റെ മനസ്സ് അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ബാക്കിലോട്ട് പോവുകയില്ല. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ ഒരു മരമാണ്, അതെൻ്റെ വീട്ടിനകത്തിരിക്കുന്നില്ലേ ഗാർഡനിൽ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ കിണറിൻ്റെ ആ ഒരു സൈഡ് ഇപ്പോൾ ഉയരമുള്ള ചെടികൾ വെച്ചിരുന്നു. അവിടെ എന്തോ എനിക്കൊരു വൃത്തി കുറവ് പോലെ തോന്നി. അതുകൊണ്ട് അതൊക്കെ കുറച്ചും കൂടെ വെയിലും കൂടെ കിട്ടട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് എൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്ന 13 വാഴകളിൽ 3 വാഴകളൊഴികെ 4 വാഴകളൊഴികെ എല്ലാം നല്ല രീതിയിൽ പൂവൊക്കെ വന്ന് കൊല വരാൻ തുടങ്ങി. ഒന്ന് അടത്ത് നമ്മൾ കഴിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, വീട്ടിൽ വിഷമടിക്കാതെ ഉണ്ടാക്കിയ പഴമായതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിന് സമാധാനമായിട്ട് കഴിക്കാം കേട്ടോ. എനിക്കൊരു പ്രൗഡായിട്ട് തോന്നിയൊരു സമയമായിരുന്നു. കാരണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു വെജിറ്റബിൾ ആയിരുന്നാലും ശരി, ഫ്രൂട്ട്സ് ആയിരുന്നാലും അതിലെത്രമാത്രം കെമിക്കലുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ വാർത്തകളിലൂടെ കണ്ടിരുന്നാലും മിക്കവാറും ഉള്ളവരും അതൊക്കെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. നമുക്കതൊരു പല അസുഖങ്ങളായിട്ട് വരുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമുക്കിങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും വിഷമടിച്ച് വരുന്ന ഒരുപാട് വെജിറ്റബിൾസ് ആയിരുന്നാലും ശരി, ഫ്രൂട്ട്സ് നമ്മൾ അലക്ഷ്യമായിട്ട് നമുക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈലുകളുണ്ട്. എല്ലാവർക്കും എല്ലാ രീതിയിലും
അത് ഫേസ്ബുക്കിലായിരുന്നാലും ഇൻസ്റ്റ ആയിരുന്നാലും യൂട്യൂബായിരുന്നാലും വാട്സപ്പുകളിലൂടെ പല രീതിയിലും എല്ലാവരും കണ്ടിരുന്നാലും എല്ലാ കാര്യത്തെയും നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. ഓ അതങ്ങനെയാണോ, ഓ അതിങ്ങനെയാണോ. പക്ഷേ നമുക്കായിട്ടൊന്ന് വരുമ്പോഴായിരിക്കും അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ സ്ഥലമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചെങ്കിലും ഒരു കൃഷി നിങ്ങൾ ചെയ്യണം. ഇലക്കറികൾ വരുന്നതിന് ചീര നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങൾ വയ്ക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സും. ഇതൊക്കെ റംബൂട്ടാൻ, മുള്ളാത്ത, ഇതൊക്കെ എൻ്റെ ഉമ്മ കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഗ്രോ ബാഗുകളിൽ വെച്ചിരിക്കുന്നു. ഇനി അതെല്ലാം തറയിലേക്ക് നടണം. അപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. വാഴത്തടയും അതുപോലെ തന്നെ കോവയ്ക്ക ഇതെല്ലാം കിട്ടി. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കണം. ഓക്കെ, താങ്ക് യു.